എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദേവിളി പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ഛൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും പ്രാരംഭ ഭാഗമാണ് ഈ പ്രോഗ്രാമിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രമിച്ചത്. ഇന്ന് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മവീതികളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ഛനെ ശാലോം പ്രേക്ഷകരുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മലബാറിൻ്റെ മോസസ് എന്ന് അറിയപ്പെട്ടിരുന്ന നമ്മുടെ അഭിവന്ദ്യ വെള്ളോപ്പള്ളി പിതാവ്, ആ പിതാവ് പിന്നീട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും അച്ഛനെ രൂപതയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുത്തെ മതപഠന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിയമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതിനുശേഷം അതെ, അവിടെ ആ റോഡ് പണിയും തീർന്ന് ബസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം താമസിയാതെ തന്നെ വിളിച്ചു. അതുകൊണ്ടൊന്നും ആയിരിക്കുകയില്ല, കാരണം ഒന്ന് അക്കാഡമിക്കാണ്, മറ്റത് ഇതാണല്ലോ. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് അച്ഛൻ്റെ പ്രവർത്തനം മാറുമ്പോൾ അവിടെ മതബോധന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അച്ഛന് ചെയ്യാൻ സാധിച്ചിട്ടുള്ള, ദൈവകൃപയാലെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തലശ്ശേരി മതബോധന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് അച്ഛന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആ മേഖലയിൽ? അപ്പോൾ തലശ്ശേരിയിൽ ഞാൻ അവിടുന്ന് സ്ഥലം മാറുന്നവരെയും അസിസ്റ്റൻ്റ് മാത്രമായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ പിന്നെ പ്രവർത്തിച്ച വേറെ 2 പേരും അച്ഛന്മാർ, ഒരാളെങ്കിലും അസിസ്റ്റൻ്റ് രൂപത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നിച്ച് കൂട്ടായിട്ട് പ്രവർത്തിച്ചു. ഇന്നത്തെ പിന്നീട് വലിയമറ്റം പിതാവായ വലിയമറ്റം അച്ഛനായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ, അന്നത്തെ മതബോധന ഡയറക്ടർ. അതെ, അച്ഛൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. പക്ഷേ ഞങ്ങളെല്ലാം കൂടി ടീമായി കഴിഞ്ഞപ്പം വലിയ ശക്തിയായിരുന്നു. ശക്തി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ മതബോധന രംഗത്ത് ഏറ്റവും നല്ല രൂപത എന്ന് അംഗീകാരം നേടിയ രൂപതയാണ്. അത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനം ഉണ്ട്. എൻ്റേതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞാനതിൽ നിന്ന് പഠിച്ചു എന്നുള്ളതോ തീർച്ചയായിട്ടും. അതിനുശേഷം കേരളത്തിലെ രൂപതകളിലെ മതബോധന രംഗത്തുണ്ടായിരിക്കുന്ന സംവിധാനങ്ങൾ എല്ലാം തലശ്ശേരിയിൽ മിക്കവാറും അധികവും നടപ്പിലാക്കിയതും തലശ്ശേരി രൂപതയിലാണ്. അപ്പോൾ ഒരു രൂപതയിൽ മതബോധനം മാത്രമല്ല, ഞങ്ങൾക്ക് ദൈവവിളി പ്രോത്സാഹനം, സംഘടനകൾ, മിഷൻ ലീഗ് എല്ലാം ഒരൊറ്റ ഡയറക്ടർ കീഴിൽ ഞങ്ങളും കൂടെ സഹകരിച്ച് ഉള്ള പ്രവർത്തനമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരുപക്ഷെ മറ്റ് പലയിടത്തും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ പറ്റുമെന്നുള്ളത് ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. അത് ഞങ്ങളുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അധ്യാപകർ ഞങ്ങൾക്ക് കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സാധിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക നവീകരണം, വെറുതെ മതം പഠിപ്പിക്കൽ മാത്രമല്ല, ഒരു ആധ്യാത്മിക നവീകരണം രൂപതയിൽ ജനങ്ങളുടെ ഇടയിൽ ഇടവുകളിൽ ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ആയിരത്തി 1986 താമരശ്ശേരി രൂപത സ്ഥാപിതമാകുമ്പം അതിൻ്റെ പ്രഥമ മെത്രാനായി അഭിവന്യ മങ്ങിഴിക്കരി പിതാവ് സ്ഥാനമേൽക്കുകയും രൂപതയുടെ തുടക്കത്തിലെ എല്ലാ പരിമിതികളും പരാധീനതകളും ഉണ്ടായിരുന്നിട്ടും വിശ്വാസ പരിശീലന കേന്ദ്രം അത് പിതാവിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥാപനം മെനഞ്ഞെടുക്കാൻ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതും പിതാവിൻ്റെ മനസ്സിലെ ചിന്തയായിരുന്നു. 1987 കാനഡയിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ആൻ്റണി അച്ഛനെ PMOCയുടെ പ്രഥമ ഡയറക്ടറായി പിതാവ് നിയമിച്ചു.
87, 88 ഈ 2 വർഷം കൊണ്ട് കോഴിക്കോട് നഗരപ്രദേശത്തുള്ള ഈ PMOC എന്ന സ്ഥാപനത്തിനായി സ്ഥലം കണ്ടെത്തുകയും ഇത്തരം എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കുമായി ഇത്രയും നല്ല ഒരു കെട്ടിടം പണിതുയർത്തുകയും ചെയ്യാൻ കൊഴുനാലച്ഛന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമായ ഒരു കാര്യമാണ്. കോഴിക്കോട് നഗരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിന് അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഒത്തിരി വിലപ്പെട്ടതാണ്. ഇന്ന് കോഴിക്കോട് നഗരത്തിൽ കാണുന്ന വിവിധ ഇടവകകളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വിവിധ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് അവരുടെയൊക്കെ വരവിനും അവരൊക്കെ സ്ഥലമെടുത്ത് ഇവിടെ ഈ കോൺവെൻറ്റുകൾ തുടങ്ങാനുമൊക്കെ നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അവരെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചത് പ്രിയപ്പെട്ട കൊഴുവനാലച്ഛനാണ്. കുടിയേറ്റ കർഷക മക്കളുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനു വേണ്ടി PMOCയിൽ ആരംഭിച്ച പ്രീ കാന കോഴ്സ്, പോസ്റ്റ് കാന കോഴ്സ് എന്നിവ കൊഴുവനാലച്ഛൻ്റെ കാലത്ത് എടുത്തു പറയേണ്ട ചില നേട്ടങ്ങളാണ്. അപ്പം ആത്മീയതയുടെ പഠനക്കളരി എന്ന് പറയുന്ന വിധത്തിൽ വിശ്വാസികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന മേഖലയാണല്ലോ സൺഡേ സ്കൂളുകൾ അല്ലെങ്കിൽ മതപഠന ക്ലാസ്സുകൾ. ആ മതപഠന ക്ലാസ്സുകളിൽ ഈ തരത്തിലുള്ള പുത്തനാശയങ്ങൾ എന്തൊക്കെയാണ് അച്ഛനവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചത്? തലശ്ശേരി രൂപത 1ാം സ്ഥാനത്തെത്തക്ക വിധത്തിൽ എന്നുള്ളതൊന്ന് ഓർമ്മയിൽ നിർത്തി പറയാൻ പറ്റും? ഒന്ന് രൂപതാതലത്തിൽ തന്നെ ഇടവകാതലത്തിൽ മുഴുവൻ കുട്ടികൾ വന്ന് സംബന്ധിക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണം, പേരൻസിന് വേണ്ടി സെമിനാർ നടത്തുക. പിന്നെ മതാധ്യാപകർക്ക് കുറച്ചും കൂടി ദീർഘകാല പരിശീലനം കൊടുക്കുക. ഒരു കൊല്ലത്തെ പരിശീലനത്തിന് വേണ്ടി അധ്യാപകർ കഴിയുന്നത്തോളം പേരെ POCയിൽ വിട്ട പരിശീലനം, അതുപോലെ തന്നെ NBCLCയിൽ വിട്ട പരിശീലനം. അതിനു പുറമെ റെഗുലറായിട്ട് നടത്തുന്ന മതാധ്യാപകർക്ക് വേണ്ടിയുള്ള സെമിനാറുകൾ, ഒരു 4 ദിവസത്തെ സെമിനാർ എല്ലാ വർഷവും നടത്തിയിരുന്നു. നല്ല ഫലപ്രദമായിട്ട് നടത്തിയിരുന്നു. എല്ലാ അധ്യാപകരും സംബന്ധിക്കും. അങ്ങനെ അധ്യാപകരുടെ ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തിരുന്നു. രണ്ടാമത്, മതബോധനം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതുകൊണ്ട് വിജയിക്കില്ല, കുടുംബങ്ങൾക്ക് വേണം. കുടുംബങ്ങൾക്കുണ്ടാകണം. തന്നെയല്ല, അന്നൊക്കെ പകുതി പിള്ളേർ പോലും സൺഡേ സ്കൂൾ വരികയില്ല. കാരണം പേരൻസിന് അതിനെപ്പറ്റി ഉത്തരവാദിത്വബോധം ഇല്ലാത്ത പോലെ. അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ രൂപതകളിൽ നിന്നും പ്രത്യേകമായ അഭിനന്ദനവും കൈയടിയും വാങ്ങിച്ചത്. അത് ഞങ്ങൾ ഇടവക നവീകരണ സെമിനാറുകൾ എന്ന പേരിൽ അഡൽട്ട് കാറ്റഗിസം അത് ലഭിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ ഇടവകളിലെ തന്നെ പ്രധാനപ്പെട്ട വികാരിച്ചന്മാരുടെ സഹകരണമാണ് അതിൻ്റെ ഏറ്റവും പ്രേരകമായത് വിജയത്തിന്. അപ്പം ഇടവകളിലെ വലിയ ഗ്രൂപ്പുകളല്ലാതെ ഒന്നിച്ചൊരു ധ്യാനം നടത്തുന്നവരെയല്ല, അവർ ഒരു 600 കുടുംബങ്ങളുടെ ഒരു ഇടവകയാണെങ്കിൽ കുറഞ്ഞത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് 3 ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിൽ 200 പേര് മാത്രം വരത്തക്ക വിധത്തിൽ അതിപ്പോൾ 3ആയിട്ട് തിരിക്കുന്നു. ഇപ്പം അത് കൂടുതലുണ്ടെങ്കിൽ 200 പേരെന്ന് വരത്തക്ക പുരുഷന്മാർക്ക്, അതുപോലെ സ്ത്രീകൾക്ക് 200 കൂടാത്ത വിധത്തിൽ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഇപ്പം ചില ഇടവുകളിലൊക്കെ 18 ദിവസമൊക്കെ തുടർച്ചയായിട്ട് സെമിനാറായിരിക്കും. അത് രാവിലെ 8 മണിക്ക് ആരംഭിച്ചാൽ രാത്രി 10 മണി വരെ പോകും. ഭക്ഷണമൊക്കെ അവിടെ തന്നെ കൊടുക്കും മാതാപിതാക്കൾ. സാധാരണ ധ്യാനം നടത്തുന്ന രീതിയിലല്ല, അത് പ്രത്യേകമായിട്ടൊരു ഇതിനു മുമ്പ് നടക്കാതിരുന്ന ഒരു രീതിയിൽ കൂടിയാണ് നടത്തിയത്. ഒരു സെമിനാർ പോലെയാണ് നടത്തിയത്. ഇടവകയിലെ 200 വീട്ടുകാർ ഒന്നിച്ച് ആണ് സമ്മേളിക്കുക. 200 വീട്ടുകാരുടെ പ്രതിനിധികൾ. അപ്പോൾ ആ വീട്ടിലുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അതിനകത്ത് സംബന്ധിക്കുമായിരുന്നു. ഇവരൊന്നിച്ചിരുന്ന് ആദ്യത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് പല വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ്, സൈക്കോളജിക്കലായിട്ടുള്ള ക്ലാസ്, പിന്നെ അതുകൂടാതെ ബൈബിളിൽ നിന്നുള്ള ഏതാനും ചില ക്ലാസ്സുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഇവരെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്തിട്ട് അവിടുന്ന് ഒരു തീരുമാനം അവരുണ്ടാക്കുന്നു. തീരുമാനം ഉണ്ടാക്കിയിട്ട് അത് ക്രോഡീകരിച്ചിട്ട് പിന്നെ അത് വീണ്ടും അത് 2ാമത്തെ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചിട്ട് അവതരിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടാണ് അന്ന് അങ്ങനെയായിരുന്നു പരിപാടി നടത്തിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങളൊക്കെ കൊടുത്തിരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല 1-ാം തരം ഭക്ഷണമാണ് കൊടുത്തിരുന്നത്. നല്ല ചോറും കറികളുമൊക്കെ പ്രത്യേകം കോക്കികളൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കി എല്ലാവർക്കും
സമർത്ഥമായ രീതിക്ക് വിഭവസമർത്ഥമായ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അരിയും നെല്ലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് പിന്നെ പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഭക്ഷണം കൊടുക്കുന്ന കാര്യം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 4 മണിക്കും ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഏറ്റവും വിഭവസമർത്ഥമായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തിന് പ്രത്യേകം ഞങ്ങൾ തന്നെ ഇടവകയിൽ നിന്ന് പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് അതിന് ഭക്ഷണത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. പ്രത്യേകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെയും ക്ഷണിച്ചു വരുത്തിയിരുന്നു. അപ്പം വിപുലമായ ഒരു സംവിധാനമാണ് അതിനു വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എല്ലാവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് അവർ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ അവർ സ്വയം ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് കൊടുത്തിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലല്ലായിരുന്നു. സ്വയം ബോധവൽക്കരിച്ചതിന് ശേഷം അവർ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനങ്ങൾ എടുത്തിട്ടാണ് അവിടെ നിന്ന് തന്നെ പിരിഞ്ഞു പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കുർബാനയുണ്ടാവും. ഈ കുർബാനയ്ക്ക് മുമ്പായിട്ട് പരസ്പരം തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കുർബാനയിലേക്ക് പോകുന്നത്. കുർബാനയെ എല്ലാവരും കൂടി ഒന്നിച്ച് പുസ്തകം എല്ലാവരും എടുക്കണം. പിന്നെ പുസ്തകം എല്ലാവരും കൂടെ എടുത്തിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പാട്ട് പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അന്നത്തെ കുർബാനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ വെളിവാന ഇടവകയിലിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ കുടുംബ നവീകരണ സെമിനാർ നടത്തിക്കൊണ്ടിരുന്നത്. അന്നുണ്ടായിരുന്ന അച്ഛന്മാരിൽ ഒന്ന് ഗുരുവനായച്ചൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മമ്പള്ളിക്കുന്നേലച്ഛന്, പിന്നെ പോണാട്ടച്ഛന്, പുളിക്കലച്ഛന്, പിന്നെ അൽമേനായിട്ട് വേദപാഠത്തിൻ്റെ എല്ലാവരും പ്രവർത്തകനായിരുന്ന മാത്യു സാറ് കൊച്ചുപറമ്പിൽ, ഇത്രയും പേരുടെ നേതൃത്വത്തിൽ വേറെ അച്ഛന്മാരുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഇവരൊക്കെയായിരുന്നു. അതിൻ്റെ ഓരോ ഇടവകയിൽ വന്നിട്ട് ഈ സെമിനാർ നടത്തി. സാധാരണ നമ്മൾ ഇടവകയിൽ നടത്തുന്ന ധ്യാനം പോലെ അല്ലായിരുന്നത്. ജനങ്ങൾക്ക് ഒരു പ്രത്യേക ടീം രൂപീകരിച്ചുകൊണ്ട് പല ഗ്രൂപ്പ് അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിലും 2-3 വാർഡുകൾ കൂടി ആയിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചർച്ചകൾ, മറ്റ് ക്ലാസ്സുകൾ, ഇതെല്ലാം വളരെ ഭംഗിയായ വിധത്തിൽ അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ കൂടി നടത്തിയതിൻ്റെ ഫലമായിട്ട് ഒരു നവീകരണം തന്നെ ഓരോ ഇടവകയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ മനസ്സിലാക്കലിൻ്റെ ഫലമായിട്ട് ഞാനത് രൂപതയിൽ പലപ്പോഴും പറയുമായിരുന്നു, ഇടവക സെമിനാർ വളരെ ഫലപ്രദമായിരുന്നു, അതുപോലെ നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രയോജനം സിദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുടുംബസമ്മേളനങ്ങൾ, കുടുംബയോഗങ്ങളൊക്കെ നമ്മുടെ മിക്കവാറും എല്ലാ ഇടവകളുണ്ട്. അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനത് പറഞ്ഞത്. അന്നത്തെ കുടുംബ നവീകരണ സെമിനാർ വളരെ യൂസ്ഫുള്ളായിരുന്നു, വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാട് ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ ഒരു സമൂഹത്തെ ഈ മലബാറിലേക്ക് നയിച്ച് കുടിയേറ്റത്തിൻ്റെ കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ മനസ്സിലേറ്റു വാങ്ങിയപ്പോൾ അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിന് സുത്യർഹമായ സേവനം അച്ഛൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന നിലയിൽ, ഒരു ടീം എന്ന നിലയിലൊക്കെ തലശ്ശേരി രൂപതയിൽ നിർവഹിച്ചതായിട്ട് പറഞ്ഞു. പലപ്പോഴും ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മലയാളം തർജ്ജിമയിൽ അച്ഛൻ്റെ പേര് കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി POCയുമായി ബന്ധപ്പെട്ടും അന്നും അച്ഛൻ പ്രവർത്തിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് കൂടി ഒരു വാക്ക് വിശദീകരിക്കാമോ? സമ്പൂർണ്ണ ബൈബിള് മലയാളത്തേക്ക് തർജ്ജമ ചെയ്യുന്ന അവസരത്തിൽ എന്നെയും കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഞാൻ ബൈബിൾ പണ്ഡിതനായതുകൊണ്ടല്ല, ഒത്തിരി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടും അതിൻ്റെ ചെയർമാനായിരുന്ന സെബാസ്റ്റ്യൻ വടക്കുംപാട് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നുകൊണ്ടും അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മലയാള ഭാഷ നല്ലതായിരുന്നു. ഇപ്പം ഈ കാനഡയിലൊക്കെ പോയി വന്നിട്ട് ഇംഗ്ലീഷ് തന്നെ ഇങ്ങനെ കൂടുതൽ എടുത്ത് പെരുമാറി, പിന്നെ ഇൻഫാമി വന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് വന്നുകൊണ്ട് ആ എഴുത്ത് ഭാഷ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിന് നന്നായിട്ട് എഴുതുമായിരുന്നു. മതം ചിന്തയുടെ കാലത്തൊക്കെ സുന്ദരമായ അഴീക്കോട് പോലും പറയുമായിരുന്നു എൻ്റെ നല്ല ഭാഷയാണ്. അതിപ്പോൾ എനിവേ അപ്പോൾ അതുകൊണ്ട് എന്നെ കൂടെ ഉൾപ്പെടുത്തി, ഞാൻ സഹകരിച്ചു. അതുകൊണ്ടാണ് എൻ്റെ പേര് അതിനകത്ത് വന്നത്. അത് സന്തോഷമുണ്ട് എനിക്ക്. മതബോധനവുമായി ബന്ധപ്പെട്ടിട്ട് തലശ്ശേരി രൂപതയുടെ മതബോധന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറുമായി നിന്നുകൊണ്ട് അച്ഛൻ ഡയറക്ടറോട് സഹകരിച്ച് ചെയ്ത ഒരുപാട് സേവനങ്ങൾ ഇപ്പോൾ അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. കേരള സഭ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ആസ്ഥാനമായ POC നിലകൊള്ളുന്നു. ഈ കേരള സഭയുമായി ബന്ധപ്പെട്ടിട്ട് ഈ മതബോധനം അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വാസ പ്രവർത്തനങ്ങളിൽ
അച്ഛന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ മേഖലകൾ ഏതെങ്കിലും ഉണ്ടോ ഓർമ്മയിൽ തിരഞ്ഞെടുക്കാൻ? അവിടെ ഞങ്ങൾ പ്രത്യേകിച്ചും വലിയ മനത്തിലച്ഛൻ വളരെ താല്പര്യപൂർവ്വം കൊള്ളാവുന്ന മതാധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും അവിടുത്തെ POC നടത്തിയ ഒരു കൊല്ലത്തെ കോഴ്സിന് പറഞ്ഞയക്കുകയും നല്ല പരിശീലനം കിട്ടിയ അധ്യാപകർ ടീമിലേക്ക് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരെ ഞങ്ങൾ പലപ്പോഴും ഇവിടെ മതാധ്യാപക സെമിനാറിനും ക്ലാസ്സിനും തുടർച്ചയായിട്ട് വിളിച്ചവരുടെ സേവനം വാങ്ങിയിരുന്നു. പിന്നെ POC ആയിട്ട് ഞങ്ങൾ ടീമിന് തീർച്ചയായിട്ടും ആരംഭം മുതലേ നല്ല സഹകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ബൈബിൾ വിവർത്തനത്തിനൊക്കെ പോകാൻ എനിക്ക് അവസരം തന്നത്. മറ്റൊന്ന് അവിടെ നടന്ന മറ്റ് പരിപാടികളോട് ഉദാഹരണമായിട്ട് 1981 വരെ നിലനിന്നിരുന്ന ഒരു മതബോധന സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അതിൻ്റെ സിലബസ് അത് പരിഷ്കരിക്കണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും കുറേ കൊല്ലം കഴിഞ്ഞപ്പം ആവശ്യങ്ങൾ ഉയർന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ POC ഡയറക്ടറായിരുന്ന കണ്ണത്തച്ഛന് എന്നോട് ചോദിച്ചു അതിനെ കാര്യമായിട്ട് സഹായിക്കുമെന്ന്. അപ്പോൾ എന്നാലും ഞാൻ പിതാവിനോടും പറഞ്ഞ് വലിയ പിതാവ് നല്ല മനസ്സോടെ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്മിറ്റിയിലേക്ക് എന്നെ കൂടെ പോകാൻ അനുവദിച്ചു. ഒരു 3-4 മാസത്തോടെ പോയി താമസിച്ചാണ് ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകുന്ന കമ്മിറ്റിയുടെ സിലബസ് വരെ എല്ലാം കൂടി ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കണ്ണത്തച്ഛൻ്റെ പ്രത്യേക താല്പര്യക്കാർ എന്നോട് ചെയർമാനാകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്ട് തയ്യാറാക്കി ഞങ്ങൾ ഇങ്ങനെ നേതൃത്വം കൊടുത്തതേ ഉള്ളൂ. ഒരു ടെക്സ്റ്റൊക്കെ ഒഴികെ ബാക്കി എല്ലാവരും പലരെ കൊണ്ട് എഴുതിച്ചതാണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാത്രം ഞാൻ എഴുതി, ബാക്കിയുള്ളതെല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ച് എല്ലാവരും എഴുതി. അത് ഒന്നിച്ച് കൂട്ടി എഡിറ്റ് ചെയ്ത് ഏതാണ്ടൊരു രൂപത്തിലാക്കി ഞാൻ ടൊറൻറ്റോയ്ക്ക് പഠനത്തിൽ പോകുന്ന അവസരത്തിൽ POCയിൽ ഏൽപ്പിച്ചു. പിന്നീട് ഡയറക്ടറായിട്ട് വന്ന ആലഞ്ചാരി പിതാവാണ്, ആലഞ്ചാരി അച്ഛൻ. അത് എല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിട്ട് സുന്ദരമായിട്ട് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ ആ പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 30 കൊല്ലക്കാലത്തോളം പിന്നീട് പഠിപ്പിച്ച പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളത് തീർച്ചയായും ഒരു സന്തോഷം, അഭിമാനമുള്ള കാര്യമാണ്. അത്രയും POC ആയിട്ട് അങ്ങനെ ഒരു അവിടെ താമസിച്ച് സ്റ്റാഫ് പോലെ താമസിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ എൻ്റേതായ പങ്ക് വഹിക്കാനായിട്ട് കഴിഞ്ഞെന്നുള്ള അതൊരു ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധാരണയുള്ള ഒരു നല്ല സൗഹൃദവും ബന്ധവും അധ്യാപകരുമായിട്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. POC ഞങ്ങളെ ഒരുപാട് എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യായിരുന്നു. ആ ഒരു ബന്ധം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. നമ്മൾ ഈ സൺഡേ സ്കൂളിൻ്റെ അല്ലെ മതപരിശീലനത്തിൻ്റെ മേഖലയിലുള്ള അച്ഛൻ ഇത്തരം സ്തുത്യർഹമായ സേവനങ്ങളൊക്കെ നിർവഹിച്ച ശേഷം പിന്നെ പഠനത്തിന് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കാനഡയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ടൊറൻറ്റോയിൽ. ആ ഉപരിപഠന കാലം അച്ഛൻ അവിടെ എന്താണ് പഠിച്ചത്, അതിലൂടെ അച്ഛൻ ലക്ഷ്യം വെച്ചത് എന്താണ്? അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു അച്ഛൻ്റെ PhD ആണെങ്കിലും ഗാന്ധിയൻ പൊളിറ്റിക്സിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതെടുക്കാനുണ്ടായ സാഹചര്യം, പ്രത്യേകിച്ചൊരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് ഗാന്ധിയൻ പൊളിറ്റിക്സ് ചൂസ് ചെയ്യാനുള്ള കാരണം, അവിടെ MAക്ക് അച്ഛൻ പഠിച്ചിട്ടുണ്ട്, അതിനുശേഷം PhD ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? അതേപറ്റി ചിന്തിക്കും തോറുമേ ഇവിടെ ഇത്ര ആക്റ്റീവായിട്ട് വിവിധ മേഖലകളിൽ ഒരുമിച്ചും സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയതിന് ശേഷം ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയത്. ഞാനതിനെ ആദ്യം മുതൽ എപ്പോഴും കാണുന്നൊരു പ്രത്യേക ദൈവ പരിപാലനയായിട്ടാണ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു കൃപാവരം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോഴും എൻ്റെ ചുമ്മാ ഒരു സ്വപ്നം, ഞാൻ സാറിനോട് പറഞ്ഞില്ലേ കാനഡയിൽ പോയി PhD എടുക്കുന്നത് പറഞ്ഞ്, അത് കഴിഞ്ഞ് അതിനുവേണ്ടി ഞാൻ എന്നാ ചെയ്ത് ഒന്നും ചെയ്തില്ല. എങ്ങനെയോ എന്തൊക്കെയോ ആഗ്രഹത്തെ പോലും ദൈവം കണ്ട് സാധിക്കുന്നത്. അത് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലും പരിപാലനയും. അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാത്ത നമ്മൾ മനസ്സിൽ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ദൈവം ക്രമീകരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന ശേഷം ഞാനതുകൊണ്ട് ഇന്ന വിഷയം എടുക്കണം അതെടുക്കണം അങ്ങനെ ഒരു വലിയ അത്യാഗ്രഹങ്ങളോ വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന ശേഷം പഠനം ആരംഭിച്ചു കഴിഞ്ഞപ്പം മിക്കവാറും എൻ്റെ വിഷയത്തിന് പോലും എന്നെ പ്രേരിപ്പിക്കുന്ന അവിടുത്തെ സ്റ്റാഫാണ്. അവർ പറഞ്ഞു, ഞാൻ സിസ്റ്റമാറ്റിക് തിയോളജി ഡിഗ്രി എടുത്ത് പാസ്റ്റർ തിയോളജി പഠിക്കുക എന്നുള്ളതിന് കൂടുതലും തിയോളജി അല്ലേ പാസ്റ്റർ സൈക്കോളജി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ സഹകരിക്കുന്ന നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, യു ആർ കമ്മിങ് ഫ്രം എ തേർഡ് വേൾഡ് കൺട്രി, വൈ ഡോണ്ട് യു ടേക്ക് സംതിങ് റിലേറ്റഡ് ടു യുവർ കൺട്രി എന്ന് പറഞ്ഞു.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സബ്ജക്റ്റ് ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ചപ്പം അവർ പറഞ്ഞു ഗാന്ധിയൻ പൊളിറ്റിക്സ് എടുത്തുകൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഗാന്ധി പൊളിറ്റിക്സ് ഞങ്ങൾക്ക് അവിടെ ചെന്നാൽ ഗാന്ധി പഠിക്കാമെന്ന്. അതല്ല, ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രബലമായിരിക്കുന്ന ഒരു ദൈവശാസ്ത്ര ബ്രാഞ്ചാണ് ലിബറേഷൻ തിയോളജി, ലാറ്റിൻ അമേരിക്കൻ ലിബറേഷൻ തിയോളജി. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഗാന്ധിയൻ ചിന്ത ഈ ലിബറേഷൻ തിയോളജിയോട് ഒത്തിരി സാധർമ്യമുള്ള ഒന്നിച്ചു പോകുന്ന ഒരു പരിധി വരെ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു കമ്പാരിറ്റീവ് ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ MA എടുത്തത് കമ്പാരിറ്റീവ് റിലീജിയനാണ്, ലോകമതങ്ങളെക്കുറിച്ചുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വായന തുടങ്ങി. ഗാന്ധിസം ഇവിടെ പഠിക്കല്ലേ നല്ലതെന്ന് ആൾക്കാർ പറയും. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ ലൈബ്രറി റോബർട്ട്സ് ലൈബ്രറി ഒരു നിലയിലെ പുസ്തകങ്ങൾ മുഴുവൻ ഗാന്ധിസത്തെക്കുറിച്ചും അതുപോലെ റിലേറ്റഡ് ഹിന്ദുയിസം, ഹിന്ദു കൾച്ചറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഒരുമിച്ച് അതിൻ്റെ 10-1 പുസ്തകം പോലും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ ഗാന്ധിസം ഒരു സയൻറ്റിഫിക്കായിട്ട് നന്നായിട്ട് പഠിച്ച് പീറ്റർ ബ്രോക്ക്, റോജർ ഹെയ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ, അവരെ പോലെയുള്ള സാധാരണ മനുഷ്യ അധ്യാപകരെ ഇവിടെ കിട്ടി അന്നത്തെ എൻ്റെ ചിന്തയിൽ എളുപ്പമല്ല. അതുകൊണ്ട് ഗാന്ധിസം പഠിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. രണ്ടാമത്തത് ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ പോപ്പുലറായിട്ട്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാമല്ലോ, അത് പഠിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ആ വിഷയം എടുത്തെന്ന് പറയരുത്. ആ വിഷയമാണ് തീസിസാക്കി എടുത്തത്. സിസ്റ്റമാറ്റിക് തിയോളജിയിലാണ് എൻ്റെ ഡോക്ടറേറ്റ്. അത് ഈ വിഷയം ഡോക്ടറേറ്റിൻ്റെ തീസിസിൻ്റെ വിഷയം റിസർച്ച് ഈ മേഖലയിലാണ്. ഞാനിത് കാണുന്നതിൻ്റെ പറയാൻ കാരണം അന്നത്തെക്കാൾ ആരംഭത്തിലേക്കാൾ കൂടുതൽ പിന്നീട് എൻ്റെ ചിന്തയെ, എൻ്റെ കാഴ്ചപ്പാടിനെ കൂടുതൽ വിശാലമാക്കിയതും ഒരു കുറേ കൂടെ വിശാലമായ വിധത്തിൽ എല്ലാത്തിനും നോക്കിക്കാണാനായിട്ടുള്ള പ്രചോദനം തന്നതും എന്ന് വേണ്ട എല്ലാറ്റിലും ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ, പ്രൊവിഡൻസ്, ഇത് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഞാൻ ആ വിഷയം എടുത്തു. അതെനിക്ക് ഇപ്പോഴും ഞാനതിനെപ്പറ്റി സന്തോഷനാണ്. അതുകൊണ്ട് പിന്നീട് വന്ന എൻ്റെ കാർഷിക മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒത്തിരി സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിലാണ് ഗാന്ധിയൻ ശൈലി എപ്പോഴും ഞാൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതൊരു ഞാൻ കാണുന്നത് എൻ്റെ ഒരു നേട്ടമായിട്ടല്ല. ഞാൻ പറഞ്ഞ ആദ്യം PhD സ്വപ്നം കണ്ടത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യാതെ വന്നു എത്തി. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നും എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാണ്. ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ യാദൃച്ഛികത എന്നൊന്നില്ല എന്ന് പറയാറുണ്ട് പൊതുവെ. അച്ഛനെ ഗാന്ധിയൻ പൊളിറ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിക്കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഇൻഫാം പോലുള്ള അല്ലെങ്കിൽ കാർഷിക മുന്നേറ്റങ്ങളെയൊക്കെ നേതൃനിരയിൽ നിന്നുകൊണ്ട് നയിക്കുവാനുള്ള ഒരു പ്രചോദനമായി തീർന്നത് വാസ്തവത്തിൽ ഈ പഠനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ഒരുപാട് ആശയങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അച്ഛൻ്റെ. തീർച്ചയായിട്ടും അതൊക്കെ ഒരു മുന്നൊരുക്കമായിരുന്നു ഇവിടെ ചെയ്യാൻ പോകുന്ന സാമൂഹിക കാർഷിക മുന്നേറ്റങ്ങളുടെ ഒരു മുന്നൊരുക്കം നടത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും വേണമെങ്കിലല്ല, അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ആദ്യം മുതൽ ഇവിടെ വരെ മുഴുവൻ ദൈവത്തിൻ്റെ പരിപാലനയിൽ അതിനുവേണ്ടി അച്ഛൻ ഒരുക്കപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാം. ഇപ്പം മതബോധന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചത് പോലും ഇപ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വലിയ പശ്ചാത്തലം ഒരുക്കലായിരുന്നു. കാരണം ഈ ഗ്രൂപ്പായിട്ടുള്ള കുട്ടികളെ സംഘടിപ്പിക്കുന്നതോ അധ്യാപകരെ സംഘടിപ്പിക്കുന്നതോ അവർക്ക് കൊടുക്കുന്ന പരിശീലന പരിപാടിയോ എല്ലാത്തിലും ഉപരിയായിട്ട് സകലത്തിലും ഒരു ആധ്യാത്മികത വേണമെന്നുള്ളത് ഞാൻ ഈ മാർഗത്തിൽ പഠിച്ചതാണ്. എൻ്റെ സ്വന്തം നേട്ടമല്ല, സമ്പത്തുമല്ല, പലരിലൂടെ പല സ്ഥലത്തെ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഒന്നും സ്വന്തമായിട്ട് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛ, ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അച്ഛൻ്റെ കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും അച്ഛനുമായിട്ടൊന്നായിരിക്കാം. അതുവരെ എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി.